ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇപ്പോൾ വൈകുന്നേരമായ സമയം, നല്ല മഴക്കാറുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ ഇടിയും മഴയും ഒക്കെ ആയിട്ടാണ് ദിവസം പോകുന്നത്. വൈകുന്നേരം ആകുമ്പം 3 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങും. അങ്ങനെ ഇടിയൊക്കെ മൂട്ടി കറണ്ടൊക്കെ പോയി ആകെ ബുദ്ധിമുട്ടി ആവശ്യമായിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ കറണ്ടൊക്കെ ഇങ്ങനെ വന്ന് സെറ്റാവും. ഇപ്പോൾ കുറച്ച് മഴ മാറിയപ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അകത്ത് തന്നെ ഇരുന്നിട്ട് എന്തോ ബോറടിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ. ഫുള്ള് മഴ വന്ന് ആകെ ചെടി അറിഞ്ഞ് അലങ്കോലമായിട്ടുണ്ട്. അപ്പം വേറൊന്നുമല്ല, അപ്പം ഞാനൊരു വയല നട്ടിട്ടുണ്ട്. അപ്പോൾ കാണിക്കാനായിരുന്നു. ചെറിയ കമ്പ് നട്ടാണ്. അതിപ്പോൾ വളർന്ന് ഇതാണ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കറി വെക്കണം. ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം വയല. എന്നാണ് ഇവിടെ വയല, വസന എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുകയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ വയന എന്നൊക്കെ പറയും. പിന്നെ റിജിനാസിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഞാൻ മോട്ടിവേറ്റായിട്ട് ഞാൻ സ്വന്തമായി നട്ട് ഇത്രയും പേര് ആക്കിക്കൊണ്ട് വന്നു. ഇനി കറി വെച്ചില്ല, ഇത്രയും കൂടി ഉണ്ട് പറിക്കാൻ. ഇതിലൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കാര്യമായിട്ടുണ്ടായിരുന്നേ, ഒരു കപ്പളത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു. അത് മഴയത്ത് ഒടിഞ്ഞ് കുത്തിപ്പോയിട്ട് അത് ഇത് കവറൊക്കെ വെച്ചിട്ടുണ്ട്. തെഴുത്ത് വരുമായിരിക്കും. പിന്നെ മൈ ഫേവറേറ്റ് സാമ്പാർ ചീര. ഇതിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് കറി വെക്കും. തോരൻ വെക്കാൻ നമുക്ക് വേറെ എവിടെയും പോകണമെന്നില്ല. എന്തെങ്കിലും വാങ്ങാൻ കടയിലൊന്നും പോയി വാങ്ങണ്ട. ചീരയുണ്ട്, മണിച്ചീരയുണ്ട്, സാമ്പാർ ചീരയുണ്ട്, ചായാമിൻസുണ്ട്. അങ്ങനെ പിന്നെയുള്ളത് ഇതാ മുറികൂട്ടി. അതായത് മുറിഞ്ഞാൽ അപ്പം തന്നെ മുറിവ് കൂടുന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ തരി. ഇതിങ്ങനെ എടുത്തിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ നീര് മുറിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചോര നിൽക്കും. പിന്നെ മുറി ഉണങ്ങും. അതാണ് മുറികൂട്ടി എന്നതിന് പേര് വന്നത്. എന്നിട്ട് പിന്നെ മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ മരുന്നിലൊക്കെ കൂട്ടാറുണ്ട്. ഇതേ വരുന്ന അമ്മ 2 തൂക്ക് വെള്ളമായിട്ട് വരുന്നുണ്ട്. പിന്നെ പിറകി കൂടി കൊച്ചു വരുന്നുണ്ട്. അവന് കാണിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കെട്ടിയ നെറ്റാണ്. കാരണം റോഡിലേക്ക്, ഇതിൻ്റെ പിറകിൽ റോഡാണ്. അപ്പം തുട്ടുമോൻ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ഇതുവരെ വന്നു. മാവിൻ്റെ അപ്പുറത്ത് റോഡാണ്, പിന്നെ കട്ട് റോഡ്, പിന്നെ കാണുന്നത് മെയിൻ റോഡാണ്. അപ്പോൾ വരുന്ന തിട്ടാണ്. അപ്പോൾ തിട്ടിനെ താഴത്തേക്ക് വീണു പോകും. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് നമ്മൾ ഇത് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അനിയൻ വന്നിട്ട് ഇത് കെട്ടി സെറ്റ് ചെയ്താൽ അങ്ങനെ അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്നത്തെ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വേറെ എന്താ വിശേഷം? ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ അപ്പോൾ മഴ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ പറ്റുന്ന നല്ല സന്തോഷമായി. കാരണം വെച്ചാൽ ഇനിയിപ്പം ധൈര്യമായിട്ട് അവനെ സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ ഇവിടെ വിടാം. ഇല്ലെങ്കിൽ അവൻ ഇവിടം വരെ ഓടിച്ച് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് നോക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഞാൻ കാണുന്ന റോഡ് കണ്ടോ, ഇതാണ് മെയിൻ റോഡ്. എന്താ വണ്ടിയൊക്കെ പോകുന്നത്, ചീറിപ്പാഞ്ഞ് പോകുന്ന റോഡാണ്. അതായത് സേഫായി വെച്ചിട്ടുണ്ട്. അങ്ങനെ CCTV ആണ്. ഇതേ കറങ്ങുന്നത്. CCTV കറങ്ങുന്നുണ്ട്. അതിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. CCTV ഉണ്ട്. ഇപ്പോഴാണ് ഓർത്തത് കാന്താരി പൂത്ത് നിൽക്കുന്നത് കണ്ടത്. അപ്പം എൻ്റെ കാന്താരി നിറയെ കായ്ച്ചിട്ടുണ്ട്. റിജിനാസ് പറഞ്ഞ നമുക്ക് കാന്താരി നിറയെ കായ്ച്ചിട്ടുണ്ട്. കുറേ പറിച്ച് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഞങ്ങൾ കറിക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റേ ഇതുമുണ്ട്, നല്ല കാന്താരി ഇല്ലേ, പച്ചക്കാന്താരി, അതുണ്ട്. അത് അപ്പുറത്താണുള്ളത്. അത് ആവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു. കാണാം.